നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന രാഷ്ട്രീയ സംരക്ഷണമാണ് SFIയുടെ ആക്രമണത്തിന് ബലമെന്ന് M. വിൻസെന്റ് MLA പറഞ്ഞു. പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിൽ അല്ല, ഇടിമുറിയുടെ ബലത്തിലാണ് SFI പ്രവർത്തിക്കുന്നതെന്നും M. വിൻസെന്റ് വിമർശിച്ചു. കാര്യവട്ടം ക്യാമ്പസിൽ KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി സംസാരിക്കുകയായിരുന്നു വിൻസെന്റ്. SFI പ്രവർത്തകർക്കെതിരെ പരാതി ഉയർത്തുമ്പോഴെല്ലാം തന്നെ അതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് എന്ന് M. വിൻസെന്റ് കുറ്റപ്പെടുത്തി. SFI അതിക്രമത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ക്യാമ്പസ് ഉപേക്ഷിച്ചു പോകുന്നു. SFI കേരളത്തിന് ബാധ്യതയായി മാറുന്നു എന്നും M. വിൻസെന്റ് പറഞ്ഞു. വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് SFIയുടെ ഭീകരത കാരണമാണ് എന്നും വിമർശനം ഉയർന്നു. SFI ഉയർന്നു വരുന്നതിൽ അസൂയ എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. AISF നേതാവായ പെൺകുട്ടിയെ ആക്രമിച്ചതാണോ SFIയെ ഉയർത്തുന്നത്? സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയതാണോ SFIയെ ഉയർത്തുന്നതെന്ന് M. വിൻസെന്റ് ചോദിച്ചു. സനോജിനെ 121 നമ്പർ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. ആരും ഉപദ്രവിച്ചില്ല എന്ന് സനോജിനെ കൊണ്ട് എഴുതി വാങ്ങിച്ചു. എല്ലാ ക്യാമ്പസുകളിലും ഇടിമുറിയുണ്ട് എന്ന് M. വിൻസെന്റ് നിയമസഭയിൽ പറഞ്ഞു. അതേസമയം കൊയിലാണ്ടി ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് SFI ഏരിയ സെക്രട്ടറി നവതേജ് S. മോഹനൻ നടത്തിയ ഭീഷണി പ്രസംഗം ഇങ്ങനെയാണ്: ഈ അധ്യാപകനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് SFIക്ക് അറിയാം. ക്യാമ്പസിൽ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന അധ്യാപകൻ പഠിപ്പിക്കാൻ യോഗ്യനല്ല. അധ്യാപകനെ പുറത്താക്കണം. അതുവരെ സമരവുമായി മുന്നോട്ട് പോകും. അതിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു നിർത്തിയിരിക്കുന്ന SFIക്കാർ പാർട്ടി പ്രവർത്തകരോടും പറയും. ഇനി നമുക്ക് നോക്കാം. 2 കാലിൽ അയാൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അകത്തു കയറില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള കഴിവും SFIക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോ. ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്തിയ സഖാവിനെ അകാരണമായി അടിക്കുകയായിരുന്നു. ഒരു ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കൊയിലാണ്ടിയിലെ പോലീസിന് നന്നായിട്ടറിയാം, ഞങ്ങൾ കയറാൻ തീരുമാനിച്ചത് സ്റ്റാഫ് സെക്രട്ടറിയുടെ മുറിക്കകത്തും പ്രിൻസിപ്പലിന്റെ മുറിക്കകത്തുമാണെങ്കിൽ ഈ പോലീസുകാർ മാത്രം മതിയാകില്ല. 2 ആംബുലൻസ് കൂടി പോലീസ് വിളിച്ചു വരുത്തേണ്ടി വരും, 2 ആളെയും കൊണ്ടുപോകാൻ. ഇതായിരുന്നു ആ പ്രസംഗം. എന്തായാലും ഇതാണ് SFIക്ക് മുൻതൂക്കമുള്ള കോളേജുകളുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്ത് ഉറപ്പിലാണ് നമ്മുടെ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുക എന്നതൊരു വലിയ ചോദ്യ ചിഹ്നം തന്നെയാണ്.